ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി വയനാടിന്റെ പുനർനിർമ്മാണത്തിന്റെ വേണ്ടി കേരളം ആവശ്യപ്പെട്ടത് വെറും 2221 കോടി രൂപയാണ്. ആ 2221 കോടി രൂപ മോദിക്ക് തരാനില്ല. ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് വെറുതെ നിക്ഷേപിക്കാൻ അയാൾക്ക് 7500 കോടി രൂപയുണ്ട്. എത്ര മ്ലേച്ഛമായ രീതിയാണല്ലേ ഇത്? രാജ്യത്തിനെ നടിക്കുക വയനാട് ദുരന്തം. 400-ൽ പരം മനുഷ്യജീവനുകളാണ് അന്ന് നമുക്ക് നഷ്ടമായത്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് വീട് നഷ്ടമായി. നമ്മുടെ കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് 2221 കോടി രൂപയാണ്. എന്നിട്ട് തന്നതോ 544 കോടി രൂപ, അതും കടമായിട്ട്. അതിന്റെ വിശദമായ റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തിന്റെ സമീപനം എങ്ങനെയായിരിക്കണം? ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തം ഉണ്ടായല്ലോ. ആ ദുരന്തം എന്ന് പറയുന്നത് രാജ്യത്തെ ഞെട്ടിച്ച ദുരന്തമായിരുന്നല്ലോ. 400-ലേറെ പേർ മരിച്ചു. എത്ര ആയിരക്കണക്കിന് ആളുകൾക്ക് വീടുകളില്ലാതായി. 2 പ്രദേശങ്ങളാണ് ആ മലവെള്ളപ്പാച്ചിൽ കുത്തിയൊലിച്ചു പോയത്. അവിടെ ഒരു പുനർനിർമ്മാണം നടത്താൻ, ആ മനുഷ്യരെ പുനരധിവസിപ്പിക്കാൻ കേരളം 2221 കോടി രൂപയാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. എത്ര രൂപയാണ് തന്നതെന്ന് അറിയാമോ? 544 കോടി രൂപ. 544 കോടി രൂപ എന്ന് പറയുന്നത് കടമായിട്ടാണ് നമുക്ക് നൽകിയത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു 261 കോടി രൂപ തന്നിട്ടുണ്ട്. ഇതാണ് കേരളത്തോടുള്ള സമീപനം എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും കടുത്തൊരു സമീപനം കൂടി നമ്മൾ ഈ അടുത്തിടെ കണ്ടു. എന്തായിരുന്നു അത്? നമ്മുടെ ഈ പറയുന്ന പാവപ്പെട്ട കർഷകരുണ്ടല്ലോ, വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന കർഷകർ, അവർ ധാരാളമായി പൈസ വിവിധ ബാങ്കുകളിൽ നിന്ന് കൃഷി നടത്തിപ്പിനായി എടുത്തിട്ടുണ്ട്. ആ വായ്പ എഴുതി തള്ളാൻ പോലും കേന്ദ്രം തയ്യാറായില്ല എന്നുള്ളതാണ്. ആകെ വായ്പ എത്രയാണെന്ന് അറിയാമോ? കേവലം 31 കോടി രൂപ. 31 കോടി രൂപ എഴുതി തള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. 9000 കോടിയാണ് കേട്ടോ വിജയ് മല്യ കട്ടുകൊണ്ടുപോയത്. മെഹുൽ ചോസ്കി കട്ടുകൊണ്ടുപോയത് 13000 കോടി രൂപയാണ്. ഇവിടെ കേവലം 31 കോടി രൂപ എഴുതി തള്ളാൻ കഴിയില്ല എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിനെ ശക്തമായി വിമർശിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതി ചെയ്തത്. എന്ത് സമീപനമാണ്, എന്ത് മനുഷ്യത്വരഹിതമായ സമീപനമാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത് എന്ന് തന്നെയാണ് ഹൈക്കോടതി ചോദിച്ചത്. എന്ന് മാത്രമല്ല, ഒരു ജപ്തിയും നടത്താൻ കഴിയില്ല എന്ന് തന്നെ ഹൈക്കോടതി ഉത്തരവിട്ടു. അതുകൂടാതെ ഈ വായ്പ നൽകിയ ബാങ്കുകളെ കേസിൽ കക്ഷി ചേർക്കുകയും ചെയ്തു. അങ്ങനെ ഹൈക്കോടതി അതിശക്തമായ വിമർശനമാണ് കേന്ദ്രത്തോട് ഉന്നയിച്ചത്. ഞാൻ ഇതിപ്പോ ഇവിടെ പറയാൻ ഒരു കാരണമുണ്ട്. ബീഹാറിൽ ഇലക്ഷൻ നടക്കുകയില്ലേ, NDAക്ക് ഭരണം പിടിക്കാനായി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ചേർന്ന് ഒരു പ്രഖ്യാപനം നടത്തി. സ്ത്രീകൾക്ക് 10000 രൂപ വെച്ച് നൽകുമെന്നായിരുന്നു. സംസ്ഥാന സർക്കാർ അതിലേക്ക് മാറ്റിവെച്ചത് 2500 കോടി രൂപയാണ്. അവിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായ തുക നാം എടുത്തു പറയേണ്ടത്. 7500 കോടി രൂപയാണ് നരേന്ദ്രമോദി ബീഹാറിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നൽകിയത്. വീണ്ടും പറയുന്നു, 7500 കോടി. ബീഹാറിലെ 1 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10000 രൂപ വീതമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകോർത്ത് നിന്നുകൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്നത്. എത്ര അത്ഭുതകരമായ ഒരു നടപടിയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബീഹാറിന്റെ ഒരു പദ്ധതി മാത്രമല്ല കേട്ടോ, അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോൾ എന്ന് പറയുന്നത്. ബീഹാറിലെ മുഖ്യമന്ത്രിയും സർക്കാരും ആകപ്പാടെ നൽകിയിരിക്കുന്നത് ഈ പദ്ധതിക്ക് വേണ്ടി 2500 കോടി രൂപ മാത്രമാണ്. എന്നാൽ നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് 7500 കോടി രൂപയാണ്. ഒരു വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് നരേന്ദ്രമോദി ഈ പറയുന്ന ഇനാം പ്രഖ്യാപിച്ച് ഇത്രയും വലിയൊരു തുക നിക്ഷേപിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആവശ്യമാണെന്നേ ബീഹാറിൽ BJP ജയിച്ചു വരുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി തന്നെ മുൻകൈയെടുത്ത് 7500 കോടി രൂപ ഒരു വലിയ സംഭാവനയായി ബീഹാറിന് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ജനത ഒന്നുമില്ലാതെ ജീവനും കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഈ അവസ്ഥയിൽ നമ്മളോട് കേന്ദ്ര സർക്കാർ കാണിച്ച രീതി, ഈ കേന്ദ്ര സർക്കാരിന് NDAക്കും വേണ്ടിയാണ് ചിലർ ഇവിടെ കുഴലൂത്ത് നടത്തുന്നത്. കേരളത്തിലെ മനുഷ്യരെ നികൃഷ്ട ജന്മങ്ങളാൽ നോക്കിക്കാണുന്ന ഇവറ്റകളെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം.